ചേട്ടാ, ഇപ്പത്തെ മന്ത്രിസഭയില് മുഖ്യമന്ത്രിക്ക് വലിയൊരു തലവേദന, മുഖ്യമന്ത്രിയെ തലവേദനയാണ്, അത് വേറെ. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഉണ്ടാക്കി വെക്കുന്ന വില തീർക്കാനേ ഈ ഒരു വകുപ്പിലും സോഷ്യൽ മീഡിയയ്ക്കും സമയം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുമ്പോൾ ഇന്ന് നടന്ന സംഭവം നമ്മൾ പറയണം, പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് CPM-ന്റെ ഭാഷയിൽ നമുക്ക് പറയാം. ഇത് ശരിക്കും എന്താ ഒരു തനംതാഴ്ത്തൽ സമീപനമല്ലേ അവിടെ നടന്നത്? മീര നമുക്ക് തലവേദനയാണെന്ന് നമ്മൾ പറയും മുഖ്യമന്ത്രിയെ, പക്ഷെ പാർട്ടിക്ക് തലവേദനയൊന്നുമല്ല. പാർട്ടിക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് സമ്പന്നന്മാരെ പാർട്ടി ആയത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം, കോർപ്പറേറ്റ് പാർട്ടി ആയത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് പിണറായി വിജയൻ്റെ വശം. ഇപ്പം തലവേദന എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം വീണ ജോർജിനെതിരെ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സഖാവ്, അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ജോൺസൺ, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് ജോൺസൺ. പിന്നെ ഒരു സഖാവ് രാജീവ്, ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇട്ടത്. ആ നടപടി അതിശയിക്കേണ്ട കാര്യമില്ല. CPM എന്ന് പറയുന്ന പാർട്ടി കേഡർ പാർട്ടിയാണ്. കേഡർ പാർട്ടി ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പണി വരുമെന്ന് ഈ പണി ചെയ്തവർക്ക് അറിയാം. ചെറിയ പണി ചെയ്താലും വരും, വലിയ പണി ചെയ്താലും വരും. ചെറിയ പണി ചെയ്താലും വലിയ പണി ചെയ്താലും ചിലപ്പോൾ വേണം, അവരെ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ വരില്ല. അതിന് ഉദാഹരണം PK ശശിയെ പാലക്കാട് പിന്നെ മണ്ണാർക്കാട് നടന്ന പ്രകടനത്തിൽ റോഡിലിട്ട് ആക്ഷേപിച്ചവനാണ് ആ പറയുന്ന SFI നേതാവ് ആർഷോ. അദ്ദേഹത്തിനെ മണ്ണാർക്കാട് പിന്നെ ബലാലും പിന്നെ ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ ഡയലോഗൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ പഴയ കൊച്ചിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വന്നാലും പാർട്ടിയിൽ സീനിയാരിറ്റി ഉള്ളൊരു നേതാവാണ്. CPM-ന് അങ്ങനെ തെരുവിലൊന്നും പ്രകടനം നടത്താനുള്ള ഒരു ഇതുമില്ല. എന്നിട്ട് ഇവിടെ ആർഷോയെ എന്ത് ചെയ്ത്? ആർഷോയെ വല്ലതും ചെയ്താ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വീണ ജോർജ് എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ വല്ലതും പറഞ്ഞാൽ ആ പറയുന്നവർക്ക് പണി കിട്ടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ജോൺസൺ എന്താ പറഞ്ഞത്? ഒരു MLA ആകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത വ്യക്തിയാണ് വീണ ജോർജ് എന്നാണ് പറഞ്ഞത്. ഈ വീണ ജോർജിനെ എങ്ങനെ മന്ത്രിയാക്കി എന്നാണ് ഫേസ്ബുക്കിൽ ഈ ജോൺസൺ ചോദിച്ചാൽ. ജോൺസൺ പാർട്ടിയുടെ ഒരു ഘടന മീരിക്കറിയാലോ, ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി. ഇതിൽ LC മെമ്പറാണ് ഈ ജോൺസൺ. LC ലോക്കൽ കമ്മിറ്റി അംഗം. ജോൺസനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മറ്റേ രാജീവ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമോ? രാജീവ് ഇട്ട പോസ്റ്റ് അതായത് ഇവർക്ക് ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന് വീണപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന് വീണതിനെ സംബന്ധിച്ച് വന്ന പ്രസ്താവനയും കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന് വീണ ശേഷം മന്ത്രിയുടെ റെസ്പോൺസ്, സർക്കാരിൻ്റെ റെസ്പോൺസ്, പാർട്ടിയുടെ റെസ്പോൺസ് കണ്ടുകൊണ്ടാണ്, പ്രത്യേകിച്ച് മന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റി കണ്ടുകൊണ്ടാണ് ഈ ജോൺസൺ ഇങ്ങനെ ഇട്ടത്. രാജീവ് ഇട്ടൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ത്രിക്ക് മോഹാലസ്യം വന്ന് മന്ത്രി ആശുപത്രിയിലായി. മന്ത്രിക്ക് മോഹാലസ്യം വന്ന് മന്ത്രി ആശുപത്രിയിലായി. അപ്പോൾ രാജീവ് ഇട്ട കമൻ്റ് എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് നമുക്കൊരു പരീക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിൽ പോയാൽ നമ്മളെ പിടി വീഴുമെന്ന് പറഞ്ഞ ദിവസം നമുക്ക് വയറുവേദന വരും, നമുക്കുടനെ തന്നെ വയ്യാതാവും, നമ്മുടെ ആ പനി വരും, കള്ള വയറുവേദനയൊക്കെ നമുക്ക് വരും. അങ്ങനെ കള്ള വയറുവേദന വന്ന് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോവാതിരുന്നിട്ടുണ്ട്. അതുപോലൊരു കള്ള വയറുവേദനയാണ് വീണ ജോർജിന് ഉണ്ടായിരിക്കേണ്ടത്. ഒരു കള്ള വയറുവേദനയ്ക്ക് തുല്യമാണ് അവരുടെ ദീനം, അവരുടെ ഈ വയ്യായിക, അവരാ കാണിച്ചിരിക്കുന്ന ഷോ എന്ന് അയാൾ പറഞ്ഞു. അതിൽ വല്ല തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റുമില്ല. മലയാളികൾക്കെല്ലാം മനസ്സിലായ ഒരു അഭിനയമായിരുന്നു. ആക്ഷൻ കട്ട് ക്യാമറയാണ് അവിടെ കഴിഞ്ഞത്. അല്ല, ഇതിലിപ്പം വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM-ന് കഴിയുന്നില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ഞാൻ. നികേഷ് കുമാർ എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, AKG സെന്ററിൽ ഒരു റൂം പുതിയ മീഡിയ ചാർജ് ചെയ്യാൻ. പക്ഷെ അദ്ദേഹം ഈ വീണ ജോർജിന്റെ പരാജയങ്ങൾ വിളിച്ചു പറയുന്ന ജനങ്ങളുടെ വാ മൂടിക്കെട്ടാൻ ഈ സൈബർ പോരാളികൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ചേട്ടനും ആ വാർത്ത കണ്ടിട്ടുണ്ടോ? നികേഷ് കുമാറിൽ ഒരു പരാജയമാണ് അവർ എടുത്തു കാണിക്കുന്നത്. നികേഷ് കുമാറിനും പണിയെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് ചെയ്യുന്നതോ വലിയ തെറ്റാണ്. അല്ല, ഇതിനകത്ത് ഇവർ ഒരു നിരന്തരം പരാജയമാണെന്നുള്ള, ഇപ്പോൾ പത്തനംതിട്ട തന്നെ നമ്മൾ എത്രയോ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ഇനി ഇവരെ നിർത്തിയാൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല സഖാക്കളെ എന്ന് ജില്ലാ കമ്മിറ്റി കൈകാലിട്ടടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ നിർത്തരുത്, ഞങ്ങൾ 2 തവണ ജയിപ്പിച്ച പാട് ഞങ്ങൾക്കറിയാം. ഈ പറയുന്ന കമ്മ്യൂണിറ്റി വോട്ട് പത്തനംതിട്ടയിൽ ആകെ 5 നിയോജക മണ്ഡലമാണുള്ളത്. ഈ 5 നിയോജക മണ്ഡലത്തിൽ കോന്നി വേറൊരു തലവേദന, റാന്നി വേറൊരു തലവേദന, ഇത് ആറന്മുള. ഇതിങ്ങനെ
പല തലവേദനകൾ ചേർന്നാണ് പത്തനംതിട്ട നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് നല്ല പണി തന്നെ വരാനാണ് സാധ്യത. ഇത് ഒരു ട്രോളെന്ന് വേണമെങ്കിൽ പറയാം ഈ കേസിനെ. ഇതിപ്പം പത്തനംതിട്ടയിൽ ഈ രണ്ട് നേതാക്കൾ മാത്രമല്ല, പത്മകുമാർ എന്നൊരു നേതാവ് ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. പത്മകുമാർ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പത്മകുമാർ പാർട്ടിക്കകത്ത് എത്രയോ കൊല്ലമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവ് പോയിട്ട് ഒന്നും വക്കില്ല. ക്ഷണിതാവ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി അംഗം പോലെ തന്നെയാണ്. ആദ്യം ക്ഷണിതാവും പിന്നെ അംഗമാവും. ഇത് സംസ്ഥാന ഘടകമാണെന്ന് ആലോചിച്ച് നോക്കുക. CPM-നകത്തൊരു ലോക്കൽ കമ്മിറ്റി അംഗം പോലും ആയി വരാനായിട്ട് എത്ര നാൾ പണിയെടുത്താലെന്ന് പറഞ്ഞാൽ ആകുകയെന്നറിയോ, എന്തെല്ലാം മെറിറ്റ് നോക്കിയിട്ടെന്നറിയോ. അവിടെ അദ്ദേഹത്തിനെ ഒന്നും ചെയ്തില്ല. അത് അന്ന് അദ്ദേഹത്തെ പറഞ്ഞ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായി. ഇത് ഒരു വിഷയം. ഇപ്പോൾ രണ്ടാമത് വേറൊരു വിഷയം, ഇവർ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഇവർ വെറുതെ ഇളിഫയാവുന്ന വിഷയമായി. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ ഇവരൊരു ആശുപത്രി ഇനാഗുറേഷന് പോയിട്ട് അവിടുത്തെ മഞ്ചേരിയിലെ നഗരസഭാ അധ്യക്ഷൻ്റെ മുമ്പിൽ വെച്ച് ഇവരാകെ നാണം കെട്ട് നാറിയില്ലേ. ഇവർ ആ നഗരസഭ ആശുപത്രി എന്ന് പറയുന്നത് അതൊരു ജനറൽ ആശുപത്രിക്ക് തുല്യമാണ്. മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഈ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് നഗരസഭ ഒരു സമയത്ത് നഗരസഭ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വിട്ട് തരണം, ഞങ്ങൾക്ക് വിട്ട് തന്നുകൂടെ, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ വിട്ടുകൊടുക്കുക. ഒരു പേപ്പറും ബുക്ക് ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്നറിയോ, ആൾക്കാരെ ഒരുമാതിരി പൊട്ടന്മാരാക്കണ രീതിയിലുള്ള ഒരു സംസാരമാണ്. കാര്യം ഇല്ല ചേട്ടാ, ഇതിൽ മനസ്സിലാക്കേണ്ടത് ടീച്ചറുടെ കാലം മുതലേ സാങ്ഷൻ ആയി കിടക്കുന്ന സാധനം ഈ മാഡം വന്ന് ഭരിക്കാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞ് ഇനി 7-8 മാസമേ ഉള്ളൂ മുമ്പില്. ഇവര് ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. എല്ലാം ഇങ്ങനെ പ്രതികരിക്കുന്നതിന് വല്ലതും പറയാൻ പറ്റും. അവർ നഗരസഭ എന്ന് പറഞ്ഞാൽ അവർ ജെന്യൂനായ ആൾക്കാരാണ് കേട്ടോ. ആ നഗരസഭ ചെയർപേഴ്സൺ ഒരു ജെന്യൂൻ സ്ത്രീയാണ്. അവർ കറക്റ്റായിട്ട് അവർ പറഞ്ഞു. അവർ ഒരു ജെന്യൂൻ ആയതുകൊണ്ടാണ്, കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വേദിയിൽ അത്രയും സിൻസിയർ ആയതുകൊണ്ടാണ്, അതിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അറിയാതെ പറഞ്ഞു പോയത്. അതിനെ ഇവർ മൂടി വയ്ക്കാൻ എന്തുമാത്രം ശ്രമിച്ചെന്നറിയാമോ. അവിടെയും പരാജയമായി. ഇപ്പം മീര പറഞ്ഞ പോലെ അവർ തുടങ്ങി വെച്ച പദ്ധതികൾ തന്നെ നിരവധി ഉണ്ടായിരുന്നു ആ മന്ത്രി ടീച്ചറിൻ്റെ കാലത്ത്. അത് ഒരു വക ഇലനങ്ങിയിട്ടില്ല. അന്നുണ്ടല്ലോ ഈ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എത്ര പക്കായിരുന്നറിയോ. എൻ്റെ നാട്ടിൽ, എൻ്റെ തിരുവനന്തപുരത്ത്, എൻ്റെ ഗ്രാമം, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഗ്രാമത്തിൽ അവിടെ ഒരു പ്രാഥമിക ആശുപത്രി ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ മരിക്കുന്നവരെ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ആ പ്രാഥമിക ആശുപത്രി പോകുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത്ര കണ്ട് പ്രാഥമിക ആശുപത്രികൾ സജ്ജമായിരുന്നു. ഇന്ന് എത്ര പ്രാഥമിക ആശുപത്രികളുണ്ട്, എത്ര മരുന്ന് കിട്ടും. 2, അന്നേ തന്നെ പൊളിഞ്ഞു വീഴാറായ പട്ടികയിലുള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ ലിസ്റ്റ്, അന്നുമുള്ള ലിസ്റ്റ് ഇന്നും ഇവർ കയ്യിരിപ്പുണ്ട്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ എന്ന് ഉള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ ലിസ്റ്റ് ഇവരെ കയ്യിലാണ്. ഇത് കഴിഞ്ഞ ഭരണകാലം മുതലുള്ളതാണ്. എന്നിട്ട് അതിനെ പോലും അതൊന്നും നോക്കാനോ എടുക്കാനോ ആ കാര്യങ്ങളോ ഒന്നും. വീഴുന്ന സമയത്ത് അവർ പറയും ഇത് 2013 മുതലുള്ളതാ, ഇത് 2010 മുതലുള്ളത്, ഞങ്ങളല്ല ഭരിക്കുന്നത്. പക്ഷെ അവര് ചിന്തിക്കേണ്ട, നീണ്ട 9 വർഷം അവർ ഭരിച്ചിട്ടും അത് നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്. ഇതിനകത്തൊരു കാര്യം എന്നറിയോ, കക്കാൻ അറിയാമെങ്കിലേ, അല്ലെങ്കിൽ നിന്ന് കള്ളം പറയാൻ അറിയാമെങ്കിലേ വീണ ജോർജ് ഈ പണിക്ക് ഇറങ്ങാവും. വീണ ജോർജിന് അതിനെ അറിയില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നിൽക്കണമെങ്കിൽ ചേട്ടൻ പറഞ്ഞത് ശരിയായി. കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസിലായിരുന്നാലും ഏത് പാർട്ടിയിലായാലും, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, ഒന്നി സുരേന്ദ്രനെ പോലെ നിന്ന നിപ്പിൽ മറിയാൻ അറിയണം BJP-കാരൻ. അല്ലെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയോ അല്ലെങ്കിൽ ഗോവിന്ദനെ പോലെയോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു മെയ്വഴക്കത്തിന്റെ കളിയാണ്. പിടിവീഴരുത്. ഇത് ഇവർക്ക് അതിനുള്ള ഗുണമില്ല. ഇവർക്ക് അതിനുള്ള ഇതിൽ ഗുണമെന്നല്ല, ഇവർക്ക് അതിനുള്ള ഒരു ശേഷിയില്ല. അതുകൊണ്ടാണ് കൂടെ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നത് ഒരു MLA ആകാൻ പോലും യോഗ്യതയില്ല, പിന്നെയല്ലേ ഒരു മന്ത്രി. അപ്പൊ പിന്നല്ലേ മന്ത്രി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം എത്രയോ ശരിയാണ്. മഞ്ചേരിയിലെ നഗരസഭ ശരിയായിട്ടല്ല, അതും നമ്മൾ ചൂണ്ടിക്കാണിക്കണം നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷെ ഈ കമന്റ് ഇട്ട ആള് പറഞ്ഞതും തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു. തീർച്ചയായിട്ടും പാർട്ടിക്കാർക്ക് മനസ്സിലായി.